മായ എന്ന തേനീച്ച. ഒരു കാലത്ത് വനത്തിനുള്ളിൽ ഒരു മരത്തിലൊരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. അകത്തുള്ള എല്ലാവർക്കും ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അതായത് ഇന്നവരുടെ കുട്ടികൾ ജനിക്കുന്ന ദിവസം. പക്ഷേ ഈ കഥ വേറെ ഒരു പ്രത്യേക ആളുടെയാണ്. എന്റെ കണ്ണ് നീറുന്നു. എന്താണ് ഇവിടെ ഇത്ര ഇരുട്ട്? ഇത് മായ എന്ന തേനീച്ചയുടെ കഥയാണ്. കമോൺ, അവരെ വെളിയിൽ കൊണ്ടുവരൂ. അവരവരുടെ സ്ഥലത്ത് നിൽക്കൂ. നിന്റെ പേരായിരിക്കും മായ. മായ. നിൽക്കൂ. മായ എന്തിന്? നമ്മൾക്ക് പേരിന്റെ ആവശ്യം എന്താണ്? എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകണമെന്ന്. പക്ഷേ നമ്മൾക്കെല്ലാവർക്കും പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചു. നീ തേനീച്ച. എന്ത് എന്നോടാണോ പറയുന്നത്? ഇനി മനസ്സിലായോ നമുക്ക് എന്തിനാണ് പേരുകളെന്ന്? അതെ, കാരണം നമ്മൾ എല്ലാം ഒന്നാണ്, പക്ഷെ ഒരുപോലെയല്ല. അത് വളരെ വളരെ ശരിയാണ്. അത് നല്ലൊരു ചിന്തയാണ് മായ. കമോൺ, എല്ലാവരും എന്റെ പുറകെ വരൂ. മായ അതിശയിച്ചു പോയി. ഒരു തിളങ്ങുന്ന സുവർണപ്പന്തിനുള്ളിൽ ഇരിക്കുന്ന പോലെ. എല്ലാ തേനീച്ചകളും അവരവരുടെ ജോലിയിലായിരുന്നു. ചിലർ കൂടിന്റെ ഭിത്തി വൃത്തിയാക്കുകയായിരുന്നു. ചിലർ പോളനിടുവായിരുന്നു. അത് നാണയം പോലെ കാണപ്പെട്ടു. ചിലർ ഒരു നിരയിൽ നടക്കുകയായിരുന്നു. ശരി, ഇനി നിങ്ങൾക്ക് ജോലി നൽകും. ആ ഭിത്തി ക്ലീൻ ചെയ്യുന്നവരാണ് ക്ലീനിയേഴ്സ്. അത് കഴിഞ്ഞ് കളക്ടർ ബീസ് ഉണ്ട്, വർക്കർ ബീസ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യേണ്ടത്? നീ എങ്ങനത്തെ തേനീച്ചയാണ്? തേനീച്ചകൾ ചോദ്യം ചോദിക്കാറില്ല. ഓ, അങ്ങനെയൊന്നും പറയരുത് ജൂലിയൻ. അവൾ ഒരു ചെറിയ കുട്ടിയല്ലേ. മായ, നമ്മൾക്ക് ജോലി ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു കാര്യത്തിനും ഒന്നിനും കൊള്ളാത്തതായി പോകും. ക്ലീൻ ചെയ്തില്ലെങ്കിൽ കൂട് ചീത്തയായി പോകും. കളക്ടർ ബേസ് നെക്ടർ കളക്ട് ചെയ്തില്ലെങ്കിൽ. നെക്ടർ എന്താണ്? തേൻ പൂക്കളുടെ നെക്ടറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദാ അവിടെ കണ്ടോ, അവർ ആണ് കളക്ടർ ബീസ്. അവർ പൂക്കളിൽ നിന്നും നെക്ടർ കൊണ്ടുവരും. എന്നിട്ട് വർക്കർ ബീസ് അതിൽ നിന്നും തേൻ ഉണ്ടാക്കും. കളക്ടർ ബീസ് പൂക്കളിൽ നിന്നും നെക്ടർ കൊണ്ടുവരൂ. പക്ഷേ അവർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഓ, എന്റെ പൊന്നു മോളെ, അവരുടെ വയറ്റിലെ തേൻ പാത്രത്തിൽ നമ്മൾ എല്ലാവർക്കുമുണ്ട്. അവിടെയാണോ എനിക്കിപ്പോൾ വിശപ്പ് തോന്നുന്നത്? തീർച്ചയായുമല്ല, അത് നിന്റെ ആഹാരത്തിന്റെ വയറാണ്. നമ്മൾ ഇവളുടെ കാര്യം കേട്ടോണ്ട് നിന്നാൽ മുഴുവൻ ദിവസവും ഇവിടെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ദിവസം മുഴുവൻ നിൽക്കാത്ത? ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാ പുതിയ ഈച്ചകൾക്കും ഓരോ ജോലി ഏൽപ്പിച്ചു. ചിലർ കൂടിന്റെ അകത്തു നിന്ന് വൃത്തിയാക്കി. ചിലർ ഉണങ്ങിയ ഇലകൾ വെളിയിൽ വൃത്തിയാക്കി. ചിലർ പൂക്കളിൽ നിന്ന് നെക്ടർ ഉണ്ടാക്കി. മറ്റു ചിലർ കൂടിനെ സംരക്ഷിച്ചു. എല്ലാവർക്കും ഒരു സ്ഥലമുണ്ടായിരുന്നു, മായയെ ഒഴിച്ച്. അവൾ എല്ലാ കാര്യം വേറെ രീതിയിൽ കണ്ടിരുന്നു. എല്ലാവരും ഭിത്തി അവരുടെ കൈകൊണ്ട് വൃത്തിയാക്കുമ്പോൾ അവൾ ഭിത്തിയിൽ ഊതി ജോലി കഴിക്കുമായിരുന്നു. തേനീച്ചകൾ ഒരു വരിയിൽ നടക്കുമ്പോൾ, നീ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? ഓ, എല്ലാവരും പറഞ്ഞു എനിക്കൊരു സ്ഥാനമില്ല എന്ന്. അതുകൊണ്ട് ഞാൻ നിന്നെ പോലെ തന്നെ ഒന്നും കൂടി നടന്നു നോക്കുക. ആണോ? എന്നാൽ നീ തെറ്റായിയാണ് നടക്കുന്നത്. പക്ഷെ അത് നീയാണ്. ഞാനും. നീ നടക്കുന്ന പോലെ എനിക്ക് പറ്റുമോ? പറ, നിനക്ക് ഇതുപോലെ നടക്കാമോ? തീർച്ചയായും. ഓ, സാധിക്കും. കണ്ടോ? അല്ല, ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്നെ ശല്യം ചെയ്യുന്നു കൊച്ചേ. നീ എന്ത് തരം ഈച്ചയാണ്? ഓ നോ, ഞാൻ പിറകിലായല്ലോ. കസൻഡ്രയും വർക്കർ ബീയും പിന്നെ റാണിയും മായയ്ക്ക് ഒരു സ്ഥലവും എവിടെയും കൊടുക്കാൻ പറ്റിയില്ല.
അവൾ എല്ലാ കാര്യവും അതിശയിച്ചു നോക്കി കുറേ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. നിന്റെ തലയിൽ എന്താണ് ബിഗ് ബി? നിനക്ക് റാണിയോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം റാണി. പറയൂ മായ, നീ ഞങ്ങൾ പറയുന്ന ജോലി എന്താണ് ചെയ്തത്? എനിക്കറിഞ്ഞൂടാ. ഇവിടെ എല്ലാവരും എപ്പോഴും തിരക്കിലാണ്. അവർ ജോലി 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 മാത്രം ചെയ്യും. അവരെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നത്തില്ല. പക്ഷെ ഞാൻ അന്ന് ആ ഡയമണ്ട് പോലെ ഉള്ള സാധനത്തിൽ നിന്ന് സ്വഷ് സ്വഷ് എന്ന് വീണപ്പോൾ ഞാൻ പറന്ന് കറങ്ങി കറങ്ങി. എന്റെ സ്വപ്നം പറക്കാനാണ്. വെളിയിൽ പോയി ലോകം കാണണം. എന്റെ ദൈവമേ, അവൾ സ്വപ്നവും പറക്കുന്നതും ഒക്കെ പറയുന്നു. സ്വപ്നം, സന്തോഷം. ഓ, എന്തൊരു ഈച്ചയാണു നീ! ഈച്ചകൾ സ്വപ്നം കാണാറില്ല. ഓ റാണി, എന്നോട് ക്ഷമിക്കൂ. അവൾ ചുമ്മാ പറഞ്ഞതാ. ഞാൻ അവൾക്ക് സ്ഥലം കൊടുക്കാൻ നോക്കി. പക്ഷേ അവൾ വെളിയിൽ പോകുന്ന കാര്യം പറയും. അവൾക്ക് അതായിരിക്കും വേണ്ടത്. അവൾ അതിലായിരിക്കും നല്ലത്. അവളെ നമുക്ക് നെക്ടർ എടുക്കാൻ വിടാം. ഓ, ഈച്ചയോട് ചോദിക്കണോ അവൾക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹമെന്ന്? അതായത് ഇതൊരു... അതെ, തീർച്ചയായും വളരെ കുഴപ്പിക്കുന്നതാണ്. ഈച്ചകളുടെ സ്ഥാനം അവർ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചതാണ്. പക്ഷെ ഇത് തേൻകൂടിന് നല്ലതാണെങ്കിൽ ആയിക്കോട്ടെ. അവൾ നെക്ടർ ശേഖരിക്കാൻ പോകാൻ വലുതായി കഴിഞ്ഞിരിക്കുന്നു. അവളെ നല്ല പോലെ പഠിപ്പിച്ചിട്ട് വെളിയിൽ വിടൂ. അതെ, തീർച്ചയായും റാണി. അങ്ങനെ മായയെ പൂക്കളെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചു. അവളെ ഈച്ചകളുടെ സംഘം പിന്തുടരാൻ പഠിപ്പിച്ചു. അവളെ ഒറ്റയ്ക്ക് പറക്കരുത് എന്ന് പലതവണ വിലക്കി. എല്ലാത്തിനുമുപരി അവളെ ഹോർനെറ്റിനെ കുറിച്ച് വിലക്കി. ഹോർനെറ്റ്സ് ഈച്ചകളുടെ വലിയ ശത്രുക്കളാണ്. അവർ എപ്പോഴും തേൻ കട്ടെടുക്കാനും ഈച്ചകളെ പരിക്കേൽപ്പിക്കാനും ശ്രമിക്കും. പക്ഷെ നമ്മളെ നോവിച്ചാൽ നമ്മൾക്കും അവരെ കുത്താമല്ലേ? ഓ, ഹോർനെറ്റ്സുകൾക്ക് ബുദ്ധി വെച്ച് തുടങ്ങി മായ. അവർ കവചമിട്ടാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. അവർ ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ട് അവരുടെ കഴുത്തു മാത്രമേ കുത്താൻ പറ്റൂ. ഇതുവരെ വളരെ വളരെ കുറച്ചീച്ചകൾക്ക് മാത്രമേ അത് സാധിക്കൂ. അവരുടെ കണ്ണിപ്പെടാതെ നീ വളരെ വളരെ സൂക്ഷിക്കണം. ഓക്കേ? ഞാൻ നോക്കിക്കോളാം. മായ കാസൻഡ്രയോട് ബൈ പറഞ്ഞ് ബി.ഇ. സംഘത്തിന്റെ കൂടെ പോയി. കൂടിന്റെ വെളിയിലേക്ക് അവളുടെ ആദ്യത്തെ പോക്കായിരുന്നു. അവൾ വെളിയിലെത്തിയതും അവൾ തന്നെ അതിശയിച്ചു. മരങ്ങൾ, പാടങ്ങൾ, പൂക്കൾ. ഓ, ഇത് എന്ത് സുന്ദരമാണ്. ഞാൻ ഇവിടെ മൂലി നടക്കും മുഴുവൻ ദിവസം. നമ്മൾ ഇവിടെ ജോലി ചെയ്യാനാണ് വന്നത് മായ, ചുമ്മാ കറങ്ങാനല്ല. നീ സംഘത്തിന്റെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് സൂക്ഷിച്ചോ. പക്ഷേ മായ ശ്രദ്ധിച്ചില്ല. അവൾ അവളുടെ ആദ്യത്തെ പറക്കൽ ആസ്വദിക്കുകയായിരുന്നു. എന്താണത്? നല്ല തിലകം. ഓ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇവിടെ ആളുണ്ടെന്ന്. ഹായ്, ഞാൻ മായ, തേനീച്ച. നിങ്ങളോ? ഓ, നിങ്ങളെ കണ്ടാൽ ഒരു ഈച്ച പോലെ ഉണ്ട്. നിങ്ങൾ വളരെ സുന്ദരിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ? ഓ, നിൽക്കൂ, നീ എന്നെ കോപ്പി ചെയ്യുന്നു. ഇത് ഒട്ടും ശരിയല്ല കേട്ടോ. എനിക്ക് വിഷമമുണ്ടായി. ഇങ്ങനെ പെരുമാറരുത് കേട്ടോ. ശരി ശരി ശരി, നോക്കിയേ, ഇതാരായെന്ന്? മനുഷ്യനോ ഈച്ചയുടെ വേഷത്തിൽ? വേഷം എന്താ? വേഷത്തിൽ, അതായത് നീ ഒരു മനുഷ്യനാണ് ഈച്ചയുടെ കുപ്പായത്തിൽ. പക്ഷേ ഞാനൊരു ഈച്ചയാണ്, ഞാനൊരു മനുഷ്യനല്ല. ഇതും ഒരു ഈച്ച തന്നെയാണ്, പക്ഷെ നല്ല സ്വഭാവമല്ല. അത് നിന്റെ നിഴലാണ് മണ്ടി, അവളുടെ സ്വഭാവമല്ല. നീ തന്നെ നിന്നോട് പറഞ്ഞതാണ്. അതെല്ലാം നിന്റെ തലയിൽ വന്നതാ. മനുഷ്യരെ പോലെ തന്നെ. എന്നെ വിശ്വസിക്കൂ, അവർ സ്വയം തന്നെ സ്വന്തം പ്രശ്നം ഉണ്ടാക്കിക്കോളും. എന്തെങ്കിലും ആവട്ടെ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാനാണ് സംസാരിച്ചത്. എന്റെ പേര് മായ. ഈച്ച.
എനിക്കറിയാം, ഞാൻ കേട്ടെന്നേ. നീ നിന്നോട് തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ. ഓ ശരിയാ, ശരിക്കും ഞാൻ എന്റെ ഈച്ച സംഘത്തിന്റെ കൂടെ തേനെടുക്കാൻ വന്നതാ. ഓ ഇല്ല ഇല്ല, എന്റെ സംഘം, ഞാൻ വഴി തെറ്റി, അവരെല്ലാം പോയി. ഒരു നിമിഷം, നീ നിന്റെ സംഘത്തിന്റെ കൂടെ ആയിരുന്നിട്ടും വഴിതെറ്റി. നീ എന്നാ ഒരു തേനീച്ചയാ. ഇനി നീ എന്തു ചെയ്യും? ഓ എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ കുറച്ച് നെക്ടർ ശേഖരിച്ച് സ്വയം തിരിച്ചു പോകുന്നു തോന്നുന്നു. ശരി, അവിടെ നല്ല തേൻ നിറഞ്ഞ പൂക്കൾ ഉണ്ടെന്നേ. നീ ശ്രമിച്ചു നോക്ക്. ആ വളരെ നല്ല കാര്യം എന്നെ സഹായിച്ചതിൽ നന്ദി മിസ്റ്റർ ഗ്രാസ് ഹോപ്പർ. എന്റെ പേരാണ് ഹോപ്പർ, ഫ്ലിപ്പ് ഹോപ്പർ. ഓ തീർച്ചയായും ഫ്ലിപ്പ് ഹോപ്പർ, നന്ദി. മായ അവളെയും കൊണ്ട് ആവുന്നത്ര തേൻ ശേഖരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അവൾ വലിയ മരങ്ങളും ചെടികൾക്കും ഇടയിലൂടെ പറന്നു. പക്ഷേ കുറേ ദൂരമുണ്ടായിരുന്നു. ഓ ഞാൻ ക്ഷീണിച്ചു. ഇവിടെ എങ്ങാനും കുറച്ച് വിശ്രമിക്കാം, എന്നിട്ട് പിന്നെ പറക്കാം. അപ്പോൾ ചെറിയ മായ ഒരു പൂ കണ്ടുപിടിക്കുമ്പോൾ ആ ആ എന്നെ വിട്, എന്നെ വിട്. അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല ചെറിയ ഈച്ചേ. എന്റെ റാണി നിന്നെ കണ്ട് വളരെ സന്തുഷ്ടയാകും. നമ്മൾ ഒരുമിച്ചല്ലേ ഇവളെ കണ്ടുപിടിച്ചത്? ഒരുമിച്ചല്ലേ ഇതിനെ കണ്ടുപിടിച്ചത്? ഇതിനെ അങ്ങനെ വിളിക്കരുത് പൊട്ടാ. ഇവർ നമ്മുടെ കൂട്ട ശത്രുക്കളാണ്. അതെ ശരിയാ. ആ വൃത്തികെട്ട ഈച്ച, പക്ഷെ നല്ല കണ്ണുകൾ. വാ നമുക്ക് ഇവിടുന്ന് പോകാം. ഹോർനെറ്റ്സ് മായയെ ഒരു ചെറിയ മുറിയിൽ അടച്ചിട്ടു. മായ പേടിച്ച് ഓടാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതൊരു സീക്രട്ട് പ്ലാൻ ആണ് കേട്ടോ. ഞങ്ങൾ നാളെ ആ ഈച്ചകളെ ഒരു പാഠം പഠിപ്പിക്കും. ഓ ഞാൻ എന്റെ ആ ചുവന്ന പേന എടുക്കണോ? എന്ത്? അല്ല, ആ പാഠമല്ല. നമ്മൾ അവരുടെ കൂട് ആക്രമിക്കാൻ പോവാണ്. തയ്യാറായിക്കോളൂ. ഓ ഇപ്പോൾ പിടിച്ചതിനെ നമ്മൾ എന്ത് ചെയ്യണം? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നാളെ രാവിലെ നോക്കാം. വാ ഇപ്പോൾ പോയി ആ കാവൽക്കാരനെ സഹായിക്കാം നമുക്ക്. അവരുടെ പദ്ധതി മായ കേൾക്കുന്ന കാര്യം ഹോർനെറ്റ്സിന് അറിഞ്ഞൂടായിരുന്നു. ഇല്ല, അവരെന്റെ കൂടെ ആക്രമിക്കാൻ പോകുന്നു. ഇല്ല, ഞാൻ തോൽക്കാൻ പാടില്ല. എന്റെ കുടുംബത്തിനെ എനിക്ക് രക്ഷിക്കണം. ആ രാത്രി മായ ഉറങ്ങിയില്ല. അവൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഓ ഞാൻ എങ്ങനെ ഈ ഹോർനെറ്റ്സിനെ തടയും? അവരുടെ കഴുത്തിൽ മാത്രമേ കുത്താൻ പറ്റൂ. അവർ ഹെൽമെറ്റ് ഇടാത്തത് കൊണ്ട്. പക്ഷേ കൂടുതൽ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. മതി, എനിക്ക് കിട്ടിപ്പോയി. സൂര്യൻ ഉദിച്ചതും ഹോർനെറ്റ്സ് മായയുടെ മുറിയിലെത്തി. ചെറിയ ഈച്ചേ, എന്ത്? അവൾ എന്തിയേ? എന്നെ വൃത്തികെട്ടെന്ന് വിളിച്ച അങ്ങനെ ഇരിക്കും. റാണിയെ വിവരം അറിയിക്കണം. മായ ആവുന്ന വേഗത്തിൽ പറന്നു. എന്നിട്ട് കൂട്ടിലെത്തി. അവൾ മുഴുവൻ കാര്യവും റാണിയോട് പറഞ്ഞു. ഓ ഇല്ല, പെട്ടെന്ന് കാവൽക്കാരെ വിവരമറിയിക്കൂ. നമ്മൾ തീർച്ചയായും തയ്യാറായിരിക്കണം. തേനീച്ചക്കൂട് ആക്രമിക്കാൻ തയ്യാറായിരുന്നു. ഹോർനെറ്റ്സ് എത്തിയതും ഈച്ചകൾ മുഴുവൻ ശക്തിയോടെ ആക്രമിച്ചു. അവർ മുകളിൽ പറന്ന് ഹോർനെറ്റ്സിന്റെ കഴുത്തിൽ കുത്തി. മായ ഈച്ചകൾക്കെല്ലാം പഠിപ്പിച്ചു. എല്ലാ ഹോർനെറ്റ്സും അതിശയിച്ചു പേടിച്ചുപോയി. പിന്മാറൂ, പിന്മാറൂ. അവർ നിമിഷങ്ങൾ കൊണ്ട് ഓടിപ്പോയി. നിങ്ങൾ എവിടെ പോകുന്നു ഹോർനെറ്റ്സ്? ഈച്ചകളാണ് ബെസ്റ്റ്. ഓ ഞങ്ങൾ നിന്നോട് വളരെ കടപ്പെട്ടിരിക്കുന്നു മായ. നിന്റെ ധൈര്യവും ബുദ്ധിയുമാണ് ഇന്ന് ഞങ്ങളെ രക്ഷിച്ചത്. ഇത് എന്റെ വീടാണ്. ഞാൻ ഇതിനെ സംരക്ഷിക്കാൻ എന്തും ചെയ്യും. ഓ എന്റെ മോളെ, എനിക്കു നിന്നിൽ അഭിമാനം തോന്നുന്നു. പറയൂ, നീ വലുതായാൽ നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ആ എനിക്ക് ഒരു ടീച്ചർ ആകണം. ഞാൻ എല്ലാ ഈച്ചകൾക്കും എന്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരെ അവരുടെ ഇഷ്ടത്തിന് ഈച്ചയാവാൻ സഹായിക്കും. അവരുടെ ഇഷ്ടത്തിന്റെ ഈച്ചയായോ?
അതെ, എല്ലാവരും എന്നോട് ചോദിക്കും നീ എന്നാ ഒരു ഈച്ചയാണ് എന്ന്. എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈച്ചയാണ്. അതേപോലെ എല്ലാവരുമാണ്. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ബി ആകണം. നിന്റെ ഇഷ്ടപ്പെടുന്ന ബി ബോറിംഗ് ആണ്. എന്റെ ഇഷ്ടപ്പെടുന്ന ബി ആകൂ. എന്നാൽ മായ, നീ ഒരു നല്ല ടീച്ചറാണെന്ന് തീർച്ച. നീ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്.